എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് മലയാളത്തിലാണ്. കാരണം ഇത് മലയാളത്തിൽ ചെയ്യുന്നതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നി. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ. പക്ഷേ ഈ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവാൻ ആരംഭിച്ചത് എവിടെ നിന്നാണ്? അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കുട്ടികളുണ്ടാവും. ഞാനൊക്കെ മുട്ടിലഴിയുക ചെയ്ത്. ചില കുട്ടികൾ ഇരുന്ന് നിറങ്ങും. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോവും. ഒരു കളിക്കാനൊക്കെ ഉള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് എത്തുന്ന ആ ഒരു ടൈം മുതൽ കുട്ടികൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരും. ഒരു താല്പര്യം, ഒരു സാധനത്തിനോട് അല്ലെങ്കിൽ ഒരു കളറിനോടുള്ള താല്പര്യം, അതേസമയം ഒരു കളറിനോടുള്ള പേടി, ഒരു സാധനത്തോടുള്ള പേടി, ഒരു ശബ്ദത്തോടുള്ള പേടി. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക്. ചില കുട്ടികൾ മിക്സിയുടെ സൗണ്ട് കേട്ടാൽ ഓടി വരും. ചില കുട്ടികൾ കുക്കറിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി വരും. ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ, ഞാനൊരു 2ാം ക്ലാസ് വരെ കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയാണ്. ഞാൻ ഓടും. അവിടെ നിന്ന് ഓടി വേറെ റൂമിനുള്ളിൽ പോയിരിക്കും. ആ ഒരു ഇത് അതെല്ലാം തനിയെ ക്രിയേറ്റ് ആവുന്ന ഓരോ താല്പര്യങ്ങളും എവിടെ നിന്നോ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണത്, ആ ഒരു പേടി. ഇതല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ട ചിലർ തന്നെ അവർ പോലും അറിയാതെ നമുക്ക് തരുന്ന ചില പേടികളുണ്ട്. ആ പേടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിൻ്റെ മെയിൻ കാരണങ്ങൾ. ആ പേടികളിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കാം, മുട്ടിലഴിയുന്ന കുട്ടിയാണെന്ന് വിചാരിക്കാം. നല്ല സ്പീഡിലായിരിക്കും മുട്ടിലഴിഞ്ഞ് പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ അമ്മ പിന്നാലെ ഇങ്ങനെ ഓരോ വർക്കിൽ ബിസി ആയിരിക്കും, അടുക്കളയിൽ ബിസി ആയിരിക്കും. നമ്മൾ മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുമായിരിക്കും. ഇപ്പോഴൊന്നും അത്രയ്ക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എല്ലാവരുടെയും ഈ ടെറസ് വീടും അങ്ങനെ ഫുൾ കവറേജ് ആയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അധികം പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ പണ്ടൊക്കെ ഉള്ള വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓടുവരകളും അവിടെ ഈ തേരട്ട, പഴുതാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി കളിച്ച് നടക്കുന്നുണ്ടാവും. നമ്മൾ എഴിയുന്ന പോലെ അതുകൾ എഴിയുണ്ടാവും. അപ്പോൾ ഈ കുട്ടി അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഓടിപ്പോയി അതിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഫസ്റ്റ് കൊണ്ടുപോകാൻ വായയിലേക്ക് ആയിരിക്കും. ചിലപ്പോൾ വണ്ടിനെയൊക്കെ കടിച്ച് അതിൻ്റെ കൈയും കാലൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ആ ഒരു സ്പോട്ടിൽ വന്നിട്ട് മോനെ എന്ന് പറഞ്ഞൊരു വിളി. ഇതൊന്നും ആയിരിക്കില്ല, ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണം, നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അമ്മ വിളിക്കുന്നത് ഫുൾ ശബ്ദത്തോടെ ആയിരിക്കും. അയ്യോ എൻ്റെ കുട്ടി എന്താ ചെയ്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ബ്രീത്തിങ് സിസ്റ്റം ഉണ്ടല്ലോ, പെട്ടെന്ന് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കും. ബ്രീത്തിങ് സിസ്റ്റം കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സെക്കൻഡുകൾക്ക് വേണ്ടി അത് നിൽക്കും. ഒന്ന് നിന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കുട്ടികളുടെ ബ്രീത്താണ് ഏറ്റവും പ്യുവറായിട്ടുള്ള ബ്രീത്ത്. അവർ ബ്രീത്ത് ചെയ്യുന്ന പോലെ നമ്മളാരും ബ്രീത്ത് ചെയ്യുന്നില്ല. യോഗയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ബ്രീത്ത് വളരെ കറക്റ്റായിരിക്കും, ബ്രീത്തിങ് സിസ്റ്റം വളരെ പ്രോപ്പറായിരിക്കും. അതുകൊണ്ട് അവർക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ബ്രീത്തിങ് ലെവലിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന നോർമൽ ബ്രീത്ത് നല്ല എൻജോയ് ചെയ്തൊരു സാധനത്തിന് എടുക്കാൻ പോയതാണ്. അല്ലെങ്കിൽ അതൊരു പഴുതാരയാവാം, തേരട്ടയാവാം, മണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ ചൂടുള്ള സാധനമാവാം. ചിലപ്പോൾ അയൺ ബോക്സ് വെച്ചിട്ടുണ്ടാവാം യൂസ് ചെയ്ത് കഴിഞ്ഞ്. അതിലെന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അമ്മ വിളിക്കുന്ന ആ ഒരു വിളിയിൽ കുട്ടി പേടിക്കുകയാണ്. കുട്ടി പേടിച്ച് എന്താവും? കുട്ടിയുടെ ബ്രീത്തിങ് സിസ്റ്റം തന്നെ കുറച്ച് നേരത്തേക്ക് നിൽക്കും. ആ നിൽക്കുന്ന ബ്രീത്തിങ് സിസ്റ്റം മെമ്മറിയിൽ സ്റ്റോർഡാണ്. ഓരോ തവണ നമ്മൾ പേടിക്കുമ്പോഴും ആ പേടി മെമ്മറിയിൽ സ്റ്റോർഡാണ്. അപ്പോൾ ഒരു പൂച്ചയുടെ കാര്യം ഒരു ചൊല്ലുണ്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്നാണ്. നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ പിന്നെ അതുപോലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നുന്ന എന്തും നമ്മളെ പേടിപ്പിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളും. ഒരു തവണ കൈ പൊള്ളിയാൽ പിന്നെ ആ തീയിനടുത്തോട്ട് ആ കുട്ടി പോവില്ല. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കുന്നതിന് പകരം, ഇങ്ങനെ നിലവിളിച്ച് പറയുന്നതിന് പകരം, കുട്ടി പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്താൽ നല്ലത്. അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കാം. ഈ ഒരു ചെറിയ പേടി വലുതാവുമ്പോൾ വരെ അവൻ്റെ ഉള്ളിൽ ആ പേടി ഉണ്ടാവും. അടുത്തതായി പറയുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ വരുവാണ്.
ഒരു സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, നമ്മുടെ വീട്ടിൽ ഒരു കമ്പാരിസൺ വരും. നമുക്കൊരു മാർക്ക് ഷീറ്റ് വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്ത് നമുക്ക് 3rd or 2nd കിട്ടിയാൽ, ആ ഒരു ടൈമിലുള്ള വീട്ടുകാരുടെ ബിഹേവിയർ, അതൊരു 99.9% വീട്ടുകാരും എങ്ങനെയായിരിക്കും? അവന് ഫുൾ മാർക്ക് കിട്ടി, 10 A+ ആണ് അവൻ, നിനക്കോ 9 A+ ഇടും, ഒരു A ആണ്. ഈ രീതിക്ക് വരെ കമ്പാരിസൺ നടക്കും. ഒരു A+ കുറഞ്ഞതിന് മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ കുട്ടി എന്താ വിചാരിക്കുക? ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ എന്ത് നേടി, പിന്നെ എന്നെ അവർ അംഗീകരിച്ചില്ല എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നും. വളരെ റെയറായിട്ടുള്ള ചിലർക്ക് എന്താണ്, ഇത്തിരി കൂടി വാശി വരും. ആ കുട്ടികൾ നന്നായി പഠിക്കുമായിരിക്കാം, പക്ഷേ ഭൂരിപക്ഷം ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, 100% ആളുകൾക്കും ഇഷ്ടപ്പെടില്ല. അത് ഒരു തെറ്റായ കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ കമ്മികളുണ്ടാവാം. ദൈവം എല്ലാവരെയും പെർഫെക്റ്റായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 1-2 വിഷയത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം കുട്ടികൾ. അതിനെ നല്ല രീതിക്ക് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് പാരൻസിൻ്റെ വിജയം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വളരെ വലിയ വലിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. അവരെ ഒന്നും ഇതാക്കിയിട്ട് പറയുന്നതല്ല, ഞാൻ അത്രയ്ക്ക് വലിയവനുമല്ല. പക്ഷേ എക്സ്പീരിയൻസ് എൻ്റെ കൂട്ടുകാർക്കും എനിക്കും ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു കമ്പാരിസൻ്റെ ലെവൽ കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ വീണ്ടും ചൈൽഡ്ഹുഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നല്ലതാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യും. അതേസമയം അത് ചീത്തയാണെങ്കിലോ, നമ്മൾ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് വയ്ക്കും. ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ സെക്സ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡിൽ അത് റെക്കോർഡാവും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. കാർത്തിക് അങ്ങനൊരു മൂവി ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. 2015-ലോ 2014-ലോ മൂവിയാണെന്നാണ് തോന്നുന്നത്, എനിക്ക് വർഷം കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിലുള്ള ഹീറോയിനൊരു അസുഖമുണ്ട്, ഉറങ്ങിക്കഴിഞ്ഞാൽ തനിയെ എണീക്കും. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അതിൻ്റെ തന്നെ വേറൊരു തലമാണത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ തന്നെ എഴുന്നേറ്റ് കോൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് വേറെ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് അവൻ വന്ന് സംസാരിക്കും. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം മറ്റേ ക്യാരക്ടറിന്. അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു ഡയലോഗുണ്ട്, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാറില്ല. ഈ ചീത്ത എക്സ്പീരിയൻസുകളെല്ലാം അവരുടെ മൈൻഡിൽ റെക്കോർഡാണ്. ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് സ്പെഷ്യലായി തന്നെ പെരുമാറണം. ആ കുട്ടിയെ നല്ലത് മാത്രം പഠിപ്പിക്കാൻ നമ്മൾ 100% ശ്രമിക്കണം. 100% ശ്രമിച്ചാലേ അതിലൊരു 90%എങ്കിലും വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മെയിനായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഈ സൈക്കോപാത്സും അങ്ങനെയുള്ള ആളുകൾ വരില്ല. സൈക്കോപാത്സ്, കില്ലേഴ്സ്, അതുപോലെ തന്നെ മോഷ്ടാക്കളെയും പറയുന്നത് ഒരാളും കള്ളനായി ജനിക്കുന്നില്ല, കള്ളനാക്കുന്നത് സാഹചര്യമാണെന്ന് പറയും. ആ സാഹചര്യത്തിൽ ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഇതായിരിക്കാം. ഒരു കുട്ടി തെറ്റ് ചെയ്ത് വന്നാൽ അവരോട് ഫ്രണ്ട്ലി ഒരു സൗഹൃദത്തോടു കൂടി തന്നെ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക, തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ അവരെ നല്ലപോലെ മർദ്ദിച്ചോ അങ്ങനെയല്ലാതെ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ 90% കുട്ടികൾക്കും അത് മനസ്സിലാവും. പിന്നെ അത്രയ്ക്കും വില്ലന്മാരാണെങ്കിൽ 2 ചെറുതായി പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും അതുപോലെയല്ല. അപ്പോൾ തെറ്റ് ചെയ്ത് വരുന്ന കുട്ടിയെ ശിക്ഷിക്കുന്നത് പോലെയല്ല. ഒരു വീട്ടിൽ കളിച്ച് നടക്കുന്ന കുട്ടി പലതും കാണാം. നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. നമ്മൾ ചിലപ്പോൾ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വീട്ടിലുള്ള വേറെ വല്ലവരെയും ആയിട്ട്
അടിയാവുന്നത് കാണാം, സ്വത്തുക്കളെ പറ്റി തർക്കം സംഭവിക്കുന്നത് കാണാം, പിന്നെ പൈസയെ മുൻനിർത്തിക്കൊണ്ട് തർക്കം. ഇതെല്ലാം കണ്ട് വളരുന്നവർ ഫ്യൂച്ചറിൽ ഒരു ബ്ലാങ്ക് ആയിരിക്കും അവരുടെ മൈൻഡ്. അവർ ഫ്യൂച്ചറിൽ എന്തായി തീരും, മർദ്ദനവും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് വളരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഫ്യൂച്ചറിൽ ഉറപ്പായും വല്ല തെറ്റായ റൂട്ടേ സ്വീകരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴുള്ള അവരുടെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്, റെക്കോർഡഡാണ് എല്ലാം. അപ്പോൾ അവർ വലുതാവുമ്പോൾ അവർ പോലും അറിയാതെ അത് എക്സ്പ്രസ് ചെയ്യും. പലർക്കും അത് വേദനയായിട്ട് മാറും. അപ്പോൾ നമ്മളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, നമ്മളിൽ നിന്നായിരിക്കാം ആ കുട്ടിക്ക് ആ ഒരു ടെൻഡൻസി കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ആ കുട്ടി അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളത് കാണാൻ നമ്മളില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ വരും തലമുറ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ്, ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവാൻ കാരണമായിട്ടുള്ളവരുടെ തന്നെ വല്ലവരുമായിരിക്കാം ഈ കൊല്ലപ്പെട്ടവർ. ഭർത്താവ് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കുത്തിച്ച് കൊല്ലുന്നു സ്വർണത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെയും കുടുംബത്തെയും ഒന്നടങ്കം വിഷം കൊടുത്ത് കൊല്ലുന്നു. ദിവസവും ഒരു 5-6 കേസുകൾ ഇതുപോലെ വരും. സൈക്കോപാത്ത് അല്ലെങ്കിൽ ഒരു കില്ലർ, റിവെഞ്ച്, അങ്ങനെ പല കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ചിലപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു പിഴവുണ്ടാകാം. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ കുട്ടികളെ ഒരു കണ്ണാടി പോലെ നോക്കി അത് പൊട്ടാതെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് മിനുക്കിക്കൊണ്ട് വളർത്തിയാൽ അവരുടെ ഫ്യൂച്ചർ നന്നായിരിക്കും. ഇതൊന്നും പറയാൻ ഞാൻ അത്രയ്ക്ക് വലിയവനായതുകൊണ്ടല്ല, പലരുടെയും വീഡിയോ കണ്ടിട്ടും പലരുടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കിട്ടിയ നോളജാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ടോപ്പിക്ക് മാറ്റി സംസാരിക്കാം അടുത്ത വീഡിയോയിൽ. പക്ഷെ ഞാൻ വീഡിയോ ഇടാതിരിക്കില്ല. പിന്നെ നല്ലപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിന് വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.